ഹോം സ്റ്റേ നടത്തിപ്പിനായി നൽകിയ അഡ്വാൻസ് തുക തിരികെ ലഭിക്കാതെ ദുരിതത്തിലായ അമ്മയ്ക്കും മകൾക്കും സഹായവുമായി പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കുടുംബത്തെ സന്ദർശിച്ച മന്ത്രി അടിയന്തര ഇടപെടലിന് പോലീസിന് നിർദ്ദേശം നൽകി. കുടുംബത്തിന് ഭക്ഷണമടക്കമുള്ള സഹായം CPIM പാളയം ഏരിയ കമ്മിറ്റി നൽകും. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശികളാണ് നസീറ ബീവിയും മകൾ നെവിൻ സുൽത്താനയും. തിരുവനന്തപുരം നഗരത്തിൽ ഗാന്ധാരിയമ്മൻ കോവിൽ റോഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഹോം സ്റ്റേ നടത്തുന്നതിനായി ഷൈജു അബ്ബാസ് എന്ന വ്യക്തിയുമായി കഴിഞ്ഞ ജൂലൈ 10 കരാറിൽ ഏർപ്പെട്ടു. 5 ലക്ഷം രൂപ അഡ്വാൻസും നൽകി. എന്നാൽ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാനോ വെള്ളത്തിനും വൈദ്യുതിക്കും യഥാസമയം പണമടയ്ക്കാനോ ഷൈജു തയ്യാറായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. ഹോസ്റ്റലായിട്ട് നടത്താനായിട്ട് ഹോം സ്റ്റേ എഗ്രിമെന്റിലുള്ള ഹോം സ്റ്റേ ആയിട്ട് നടത്താനായിട്ട് 5 ലക്ഷം രൂപ അഡ്വാൻസ്. 2 ദിവസം 20 ആള് വെച്ച് 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ദിവസം എന്ന് പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തങ്ങ് പോയി. എല്ലാം ഓരോന്നോരോന്നാ പറഞ്ഞ് ഫിക്സാക്കിയതാ. എല്ലാം ഇപ്പം വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം കറണ്ട് ഇല്ല, വെള്ളമില്ല, ലിഫ്റ്റ് ഓഫ് ചെയ്യണില്ല. ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് ശ്വാസം മുട്ടും കൂടിയുണ്ട്. അതിൻ്റെ കൂടെ ഇതെല്ലാം സഹിച്ച് ഈ 56 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, IB സതീഷ് MLA എന്നിവർ സംഭവസ്ഥലത്തെത്തി കുടുംബത്തെ നേരിൽ കണ്ടു. വിഷയത്തിൽ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രിമാർ കുടുംബത്തിന് ഉറപ്പ് നൽകി. അവരിലുണ്ടായിരുന്ന 5 ലക്ഷം രൂപ ഒരു കക്ഷിക്ക് കൊടുത്തു. ഒരു ലോഡ്ജ് നടത്തുന്നതിന് വേണ്ടിയുള്ള കരാറിൽ കൊടുത്തു 5 ലക്ഷം രൂപ. ഇപ്പോൾ ലോഡ്ജ് നടത്താനും സമ്മതിക്കുന്നില്ല, കാശും കൊടുക്കുന്നില്ല. അവർ ഇവിടെ വന്ന് പട്ടിണി കിടക്കുകയാണ്. പക്ഷേ അയാൾ ഒളിവിലാണ്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ അവിടെ ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാരിവിടെ വന്നിട്ടുണ്ട്. അവർ മാക്സിമം പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള പ്രശ്നം നടത്തുകയാണ്. CPIM തമ്പാനൂർ ലോക്കൽ കമ്മിറ്റി കുടുംബത്തിന് ഭക്ഷണമടക്കമുള്ള സഹായങ്ങൾ ഉറപ്പുവരുത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.